കടുത്ത പുനഃസംഘടനാ പ്രതിസന്ധിയിലാണ് കോൺഗ്രസ്. ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾക്ക് മൊറട്ടോറിയം പ്രഖ്യാപിച്ച് പുനഃസംഘടന നടത്തി ആളാകാനാണത്രേ VM സുധീരന്റെ ഉദ്ദേശം. അത് സമ്മതിച്ചു കൊടുക്കാൻ ഗ്രൂപ്പ് മാനേജർമാർ നിൽക്കുമോ? എന്തായാലും കലാപഭരിതമായ ഈ കോൺഗ്രസിൽ നിന്നുകൊണ്ടാണ് സുധീരൻ കോമഡിയെ ആധാരപ്പെടുത്തി ചില പ്രഖ്യാപനങ്ങൾ നടത്തുന്നത്. ഗ്രൂപ്പുകൾ പാടില്ല, തെരഞ്ഞെടുപ്പിൽ ഐക്യത്തോടെ മുന്നേറും, വക്താക്കളെ നിയന്ത്രിക്കും തുടങ്ങിയ ഭൂലോക തമാശകളാണ് തട്ടിവിടുന്നത്. ലോയൽറ്റി പ്ലസ് മെറിറ്റ്, അവരുടെ ജനസമ്മതി, ജയസാധ്യത, അതല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള ഗ്രൂപ്പ് അതിപ്രസരം സ്ഥാനാർത്ഥി നിർണയത്തെ ബാധിക്കരുത് എന്ന് കർശനമായ തീരുമാനമാണ്. എല്ലാവരും അതിനോട് പരിപൂർണമായി സഹകരിച്ചു. ആ തീരുമാനത്തെ ഉൾക്കൊണ്ടു. ആ തീരുമാനത്തെ ഏകകണ്ഠമായി തന്നെ അംഗീകരിച്ചു. കാരണം കോൺഗ്രസ് ഒറ്റക്കെട്ടായി ഒന്നിച്ചു നിന്നാൽ കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ ഒരു ശക്തിക്കുമാവില്ല. കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന മുന്നണിയെ പരാജയപ്പെടുത്താനും ഒരു ശക്തിയുമാകില്ല. വിഭാഗീയമായ പ്രവർത്തനങ്ങൾ ഒരിക്കലും ഉണ്ടായിക്കൂടാ, ഇനി ഉണ്ടായിക്കൂടാ. വിഭാഗീയമായ യോഗങ്ങൾ, ഗ്രൂപ്പ് യോഗങ്ങളൊന്നും ഒരു സ്ഥലത്തും വിളിച്ചു കൂട്ടാൻ പാടില്ല. അതിൽ ഉത്തരവാദപ്പെട്ട ആരും പങ്കെടുക്കാൻ പാടില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. പാർട്ടി പ്രവർത്തകരിൽ ജനങ്ങളിൽ ആശയക്കുഴപ്പമുണ്ടാക്കാവുന്ന രീതിയിലുള്ള പരസ്യ പ്രസ്താവനകൾ പാടില്ല എന്ന് കൃത്യമായി ഇന്നത്തെ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. നേരത്തെയും ചില സന്ദർഭങ്ങളിലൊക്കെ ചെറിയ തോതിലുള്ള തീരുമാനങ്ങൾ ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിലും അതിനൊക്കെ ചിലപ്പോഴെങ്കിലും അത് ലംഘിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് തെരഞ്ഞെടുപ്പ് വിജയത്തെ ദുർബലമാക്കാൻ ഇടവരുത്താവുന്ന ഏതെങ്കിലും തരത്തിലുള്ള അങ്ങനെ ഒരു പ്രവർത്തനം ഏതെങ്കിലും ഉത്തരവാദപ്പെട്ട ഒരാളുടെ ഭാഗത്തു നിന്നുണ്ടായാൽ അതുപോലെ തന്നെ പാർട്ടി വക്താക്കളായിട്ടുള്ള ആളുകൾ എല്ലാവരും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്, പാർട്ടിയോട് സഹകരിക്കുന്നുണ്ടെങ്കിലും ചിലരെങ്കിലും ചില സന്ദർഭങ്ങളിലെങ്കിലും വഴിവിട്ടു പോകുന്നു. അത്തരത്തിലുള്ള ഒരു പ്രവർത്തനവും ഉണ്ടാകാൻ പാടില്ല എന്ന് വക്താക്കൾക്ക് കർശനമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഐക്യത്തിന് ദോഷം വരുന്ന ഒരു പ്രവർത്തനങ്ങളിലും ഒരു പ്രവർത്തകൻ പോലും, നേതാക്കളോ പ്രവർത്തകരോ ഇടപെടരുത്. വിട്ടുവീഴ്ചയില്ലാത്ത കർശനമായ നടപടികൾ അവർക്കെതിരെ സ്വീകരിക്കണം. ഈ മാക്കാനെ പിടിച്ച കരിവീപ്പേലിട്ട് പെരട്ടിയെടുക്കണ. അതാണ് സുധീരൻ. സമയവും സന്ദർഭവും നോക്കാതെ തമാശ പറഞ്ഞു കളയും. തെരഞ്ഞെടുപ്പൊക്കെ അടുത്തു വരുമ്പോൾ പതിവ് ആചാരപ്രകാരം ചെറുതായൊന്ന് അടി തുടങ്ങിയതാണ് ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും. അപ്പോഴാണ് സുധീരന്റെ ഗ്രൂപ്പുകൾക്കെതിരായ വെല്ലുവിളികൾ പുറത്തു വന്നത്. കേൾക്കേണ്ട താമസം എയും ഐയും എല്ലാം ഒന്നായി കളഞ്ഞു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷം മതി പുനഃസംഘടന എന്ന് തട്ടിവിട്ടു. എന്തായാലും ഇത്രയും തമാശകൾ പറഞ്ഞതല്ലേ ആ ഗ്രൂപ്പ് കൊലപാതക കേസിൽ ഐ ഗ്രൂപ്പ് പ്രതിക്കൂട്ടിലാണല്ലോ. ഇമാതിരി പരിപാടികളൊക്കെ പാർട്ടിക്ക് ഗുണകരമാണോ? ശരിയാണ്. ചാവക്കാട്ട് സംഭവം, അനീഫ കൊല്ലപ്പെട്ട സംഭവം ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. കോൺഗ്രസിന് അതിൻ്റെ ക്ഷതമുണ്ടായിട്ടുണ്ട്. കാരണം കോൺഗ്രസ് എന്നും അഹിംസയിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന പ്രസ്ഥാനമാണ്. അക്രമരഹിതമായൊരു സമൂഹത്തെയാണ് കോൺഗ്രസ് എക്കാലവും വിഭാവനം ചെയ്തത്. അതിനുശേഷം CPM-ന്റെ അക്രമ രാഷ്ട്രീയത്തെ എന്നും, അതുപോലെ BJP-യുടെ അക്രമ രാഷ്ട്രീയത്തെ എന്നും ജനങ്ങളുടെ മുമ്പാകെ തുറന്നു കാണിക്കുന്ന കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഇമാതിരിയുള്ള നീക്കങ്ങൾ
ചില ദോഷം വരുത്തിയിട്ടുണ്ട് എന്നുള്ളത് വിസ്മരിക്കുന്നില്ല. അതിനു മുമ്പ് തെറ്റു തിരുത്തുക, മുഖം നോക്കാതെ ആ കാര്യത്തിൽ അതിന് സംഘടനാപരമായ രീതിയിലുള്ള വീഴ്ച വന്നതിനെ സംബന്ധിച്ചുള്ള അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ഇൻവെസ്റ്റിഗേഷൻ നടത്തിവരുന്ന കേസായതുകൊണ്ട് അതിനെക്കുറിച്ച് പറയുന്നത് ശരിയല്ല. അത് തന്നെ സുധീരന്റെ ഓരോ ഗതികേട്. ഉമ്മൻചാണ്ടിക്ക് ആവശ്യം വരുമ്പോൾ സോളാറും കൊലപാതകവും ഒക്കെ ന്യായീകരിക്കണം. ബാർക്കോഴയെയും മാണിയെയും വിശുദ്ധനാക്കാൻ കേരള യാത്ര തന്നെ നടത്തണം. എന്നാൽ സ്വയം ഒരു ആവശ്യം മുന്നോട്ട് വച്ചപ്പോൾ ചാണ്ടിയും ചെന്നിത്തലയും ഒന്നും കണ്ടമട്ട് നടിക്കുന്നില്ല. ചുരുക്കത്തിൽ പാർട്ടിയിലെ കുരുക്കുകളെല്ലാം അഴിച്ച് ഗ്രൂപ്പുകളെയെല്ലാം മറികടന്ന് ഒന്ന് രക്ഷപ്പെടാൻ നോക്കുമ്പോൾ ചാണ്ടിയും ചെന്നിത്തലയും കൂടി വീണ്ടും കുരുക്കിലാക്കും. സുധീരന്റെ അവസ്ഥ ഇതാ ഈ മട്ടിലാണ്. ആ താക്കോല് കിട്ടിയാൽ ഈ സെല്ല് തുറന്ന് ഇവിടുന്ന് രക്ഷപ്പെടാം. തടിമില്ലിന്ന് പോലും ഇത്രയും ശബ്ദം കേൾക്കാൻ പറ്റില്ല. കൂർക്കം വലിച്ച് മറ്റുള്ളവരെ കൂടി ഉണർത്തല്ലേ. അയ്യോ, ഭാഗ്യം ആരും ഉണർന്നില്ല. എന്നോടാ കളി. എത്ര തവണ ഞാൻ ഇതുപോലെ ജയിൽ ചാടാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഇതെങ്കിലും നടക്കണേ. പോലീസുകാരൻ ഉണരും മുമ്പ് ഇതൊന്ന് തുറന്നു കിട്ടിയിരുന്നെങ്കിൽ രക്ഷപ്പെടാമായിരുന്നു. താക്കോലൊടിഞ്ഞു. ഐ ആം ട്രാപ്ഡ്. ഇമാതിരി ട്രാപ്പുകളിൽ നിന്ന് രക്ഷപ്പെടാൻ സുധീരന് ഉടൻ കഴിയട്ടെ എന്ന് ആശംസിക്കാം. ഒരു ഇടവേള കൂടി, അത് കഴിഞ്ഞ് പോലീസ് വിസിൽ. സ്ത്രീകൾക്ക് എവിടെയെങ്കിലും വെച്ച് ആരെങ്കിലും രീതിയിൽ അപമാനിക്കപ്പെടുമെന്നൊരു അവസ്ഥ വരികയാണെങ്കിൽ നിങ്ങൾ വിസിലടിച്ചാൽ മാത്രം മതി.